കേരളത്തിലെ ഉത്സവങ്ങളിൽ ഏറ്റവും വശ്യവും അതേസമയം ഏറ്റവും കൂടുതൽ വിവാദപരവുമായ ഒന്നാണ് കൊടുങ്ങല്ലൂർ ഭരണി. ചുവന്ന പട്ടുടുത്ത് വാളേന്തി ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന കോമരങ്ങളും സഭ്യതരമായ പാട്ടുകളും ഈ ഉത്സവത്തിന്റെ മുഖമുദ്രയാണ്. എന്നാൽ ഈ ആചാരങ്ങൾ ഇന്ന് എത്രത്തോളം പ്രസക്തമാണ്? ആചാരം എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണോ? ഭരണിയിലെ ഏറ്റവും വലിയ വിവാദം ഭരണിപ്പാട്ട് അഥവാ തെറിപ്പാട്ടാണ്. ദേവിയെ പ്രീതിപ്പെടുത്താൻ എന്ന പേരിൽ പാടുന്ന ഈ പാട്ടുകളിലെ പദപ്രയോഗങ്ങൾ പലപ്പോഴും അതിരുവിടുന്നതാണ്. ഇത് ഒരു ഗോത്ര സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും വ്യവസ്ഥിതികളോടുള്ള കീഴാളന്റെ പ്രതിഷേധമാണെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ ഭക്തിയുടെ പേരിൽ അശ്ലീലത്തെ മഹത്വവൽക്കരിക്കുന്നത് ശരിയാണോ? മറ്റൊന്ന്, ചെമ്പട്ട് അരമണി കെട്ടി വാളുകൊണ്ട് സ്വന്തം തലവെട്ടി ചോരയൊലിപ്പിക്കുന്ന ആചാരം ഇന്നും നിലനിൽക്കുന്നു എന്നതാണ്. ഇത് ഭക്തിയുടെ തീവ്രതയായിട്ടാണ് ആരാധകർ കാണുന്നത്. സ്വയം ഹാനി അഥവാ സ്വയം പീഡിപ്പിക്കലായി വൈദ്യശാസ്ത്രം ഇതിനെ കാണുന്നു. ദൈവത്തിന് സന്തോഷം ലഭിക്കാൻ രക്തം അനിവാര്യമാണോ? ഇത്തരം ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളെയല്ലേ വളർത്തുന്നത്? ഈ ആഘോഷത്തിന്റെ ഏറ്റവും തീവ്രമായ കാഴ്ചകളിലൊന്നാണ് ഉറഞ്ഞുതുള്ളൽ. ദേവിയുടെ ദർശനം കിട്ടിയെന്ന വിശ്വാസത്തിൽ ഭക്തർ തങ്ങളെ തന്നെ മറന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരു തരം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കടക്കുന്നു. കണ്ണുകൾ ചുവന്ന് ശരീരം വിറച്ച് ഒരു സാധാരണ ശക്തി തങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ അവർ തുള്ളുന്നു. ഇത് ദൈവികാനുഭവം എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മറ്റൊരു കാഴ്ചപ്പാടിൽ ഇത് ഒരു മാനസികാവസ്ഥ എന്നതാണ്. കൂട്ടമായുള്ള ആവേശത്തിലും മാനസിക നില തെറ്റുന്ന അന്തരീക്ഷത്തിലും സ്വയം നഷ്ടമാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ തലമുറകളായി പകർന്നു വന്ന വിശ്വാസങ്ങളുടെ ശക്തമായ സ്വാധീനം. എല്ലാ കാലത്തും ആചാരങ്ങൾ ഒരുപോലെയല്ല. പണ്ട് നിലനിന്നിരുന്ന കോഴിബലി ഇന്ന് കോഴിബിടൽ എന്ന പ്രതീകാത്മക ചടങ്ങായി മാറി. ഇത് വലിയൊരു മാറ്റമാണ്. അതുപോലെ തന്നെ മറ്റു ആചാരങ്ങളിലും ഈ മാറ്റങ്ങൾ വരേണ്ടതാണ്. മറ്റുള്ള മതങ്ങളിലും ഇത്തരം സ്വയം പീഡന സ്വഭാവമുള്ള ആചാരങ്ങൾ കാണാം. വിശ്വാസം എന്നത് വ്യക്തിപരമാണ്, പക്ഷെ അത് സമൂഹത്തെ പിന്നോട്ട് നയിക്കരുത്. ആചാരങ്ങളെല്ലാം അതിൻ്റെ സാംസ്കാരിക മൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പരിഷ്കരിക്കേണ്ട സമയമായിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.